പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല എന്നിങ്ങനെയുള്ള മലദ്വാര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകൾക്ക് പൊതുവെയുള്ളൊരു കൺഫ്യൂഷനാണ് ഏതൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റും, ഏതൊക്കെ കഴിക്കാൻ പറ്റില്ല എന്നുള്ളത്. ലെറ്റ്സ് മേക്ക് ഇറ്റ് ക്ലിയർ. നമുക്ക് ഇങ്ങനത്തെ കണ്ടീഷൻസ് അല്ലെങ്കിൽ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി കഴിക്കേണ്ടത് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. അതായത് പച്ചക്കറി, ഫ്രൂട്ട്സ്, ഇലക്കറികൾ അല്ലെങ്കിൽ സോയ, നുറുക്കുഗോതമ്പ്, ഓട്സ്, അങ്ങനെ ഫൈബർ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് മലബന്ധം ഒഴിവാക്കാനും അതുപോലെ ഇത്തരം കണ്ടീഷൻസിനെ കുറയ്ക്കാനും അല്ലെങ്കിൽ വരാതിരിക്കാനും സഹായിക്കും. ഇനി ഇത്തരം അസുഖങ്ങൾ ഉള്ള ആളുകളാണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് സ്പൈസി ആയിട്ടോ ഓയിലി അല്ലാത്തതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മോഷൻ ടൈറ്റ് ആവാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒന്ന് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഡെയിലി നിങ്ങളുടെ ഭക്ഷണത്തിൽ കറിവേപ്പിലയും ഇഞ്ചിയും ഒക്കെ ഇട്ട് കാച്ചിയ മോര് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നല്ലപോലെ പച്ചക്കറികൾ, ഫ്രൂട്ട്സ് ഇതൊക്കെ കഴിക്കുക. വെള്ളം നന്നായിട്ട് കുടിക്കുക. ഇനി പൂർണ്ണമായും ഒഴിവാക്കണം എന്ന് പറയുന്ന ഭക്ഷണങ്ങളിൽ പെടുന്നതാണ് റെഡ് മീറ്റ്, ബേക്കറി ഐറ്റംസ്, നല്ല എരിവ്, പുളി, മസാലയുള്ള ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ ഫുഡുകൾ, പുറമേ നിന്നുള്ളതാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും ഒരുപാട് എരിവും പുളിയൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, എണ്ണ, വറുത്തത്, പൊരിച്ചത്, അങ്ങനെയുള്ള കുറച്ച് ഹെവി ആയിട്ടുള്ളതും ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. റെഗുലറായിട്ട് 2, 3, 4 മുട്ട കഴിക്കുന്ന ആളുകളാണെങ്കിൽ അതും പൈൽസ് ഉള്ള ആളുകളെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. റെഡ് മീറ്റ് മാത്രമല്ല, ചില സമയത്ത് ചിക്കൻ ആണെങ്കിലും അതുപോലെ തന്നെയുള്ള മീറ്റുകളാണെങ്കിലും മീനാണെങ്കിലും ചില ആളുകൾക്ക് ഒട്ടും പറ്റാത്തതിരിക്കും. ഇത് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലൈസ് ചെയ്ത് വ്യത്യാസപ്പെട്ടിരിക്കും. ചില ആളുകൾക്ക് ചില ഭക്ഷണങ്ങൾ കണ്ടാൽ മതി അപ്പോൾ തന്നെ ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള ആളുകളും ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോരുത്തരും അവരവർക്ക് ഒട്ടും പറ്റാത്ത ഭക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. പക്ഷേ ഭക്ഷണത്തിനുള്ള ഈ ശ്രദ്ധ വയ്ക്കുന്നതിനേക്കാളും ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും കൃത്യമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ്.